കൈത്തലത്തിൽ മുഖമർപ്പിച്ച് ഗൃഹപാഠം ചെയ്യുകയാണ് ഏറെ നേരമായി ഉമ. അവൾ ഗൃഹപാഠം തീർക്കുന്നത് കണ്ട് കസേരയിൽ നിശ്ചലയായിരിക്കുകയാണ് ഞാൻ. ഇതല്ല പതിവ്. ഗൃഹപാഠം പകുതിയാകുമ്പോഴേക്കും കൈ വേദനിക്കുന്നു, ഇനി അമ്മ എഴുതിത്തരൂ എന്ന് ചോദിച്ച് അവൾ വരേണ്ടതാണ്. ഒരു കൊഞ്ചലും ഒരു കിണുങ്ങലും പിന്നെ ഒരു വാശിയും ആ സന്ധ്യയിൽ തുളുമ്പി തട്ടിമറിയേണ്ടതാണ്. പക്ഷേ അന്തരീക്ഷത്തിലെ സ്നേഹവും ദേഷ്യവും ഒക്കെ പിടിച്ചെടുക്കാൻ വളർത്തു മൃഗങ്ങൾക്കെന്ന പോലെ കുഞ്ഞുങ്ങൾക്കും ഒരു കഴിവുണ്ട്. അവൾ എന്നെ ജിജ്ഞാസയോടെ ഇടം കണ്ണിട്ട് 2 പ്രാവശ്യം നോക്കുന്നത് കണ്ടിരിക്കുന്നു ഞാൻ എന്നിട്ടും നിശബ്ദയാണ്. എൻ്റെ മടിയിൽ കുട്ടികളെ എങ്ങനെ നന്നാക്കാം എന്ന ഒരു പുസ്തകം കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതെപ്പോഴേ വായിക്കാതെയായിരിക്കുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ അന്ന് വൈകുന്നേരത്തെ സംഭവമാണ്. ചില്ലറ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉമയെയും വിളിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത്. മുറ്റത്ത് പാർക്ക് ചെയ്ത സ്കൂട്ടറുകൾ, കാറുകൾ, ഒറ്റയ്ക്കും കൂട്ടായി നിൽക്കുന്ന രക്ഷിതാക്കൾ, അവരുടെ കുശുമ്പുകൾ, കുന്നായ്മകൾ, ഉറക്കെയും സ്വരം താഴ്ത്തിയുമുള്ള പൊങ്ങച്ചങ്ങൾ, കുറ്റം പറച്ചിലുകൾ, ഇവയ്ക്കെല്ലാം ഇടയിലൂടെ വഴിയുണ്ടാക്കി പോർട്ടിക്കോയിലേക്ക് കയറിയപ്പോഴാണ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ലൊറേറ്റ പ്രത്യക്ഷപ്പെട്ടത്. 1 മിനിറ്റ്, മൃദുവായ സ്വരത്തിൽ അവർ ചോദിച്ചു. ഉമാ പ്രസീതയുടെ അമ്മയല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് B ഡിവിഷൻ മലയാളം മീഡിയത്തിലെ. പൊടുന്നനെ പരന്ന നിശബ്ദതയിൽ അതേയെന്ന മട്ടിൽ ഞാൻ പരുങ്ങുമ്പോൾ കർക്കശമായി ഉയരുന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളുടെ വാർഡ് ഹോംവർക്ക് ചെയ്യാതെയാണ് വരുന്നത്. അതറിയുമോ നിങ്ങൾക്ക്? അത്ഭുതത്തോടെ മുഖമുയർത്തവേ നീരസം സ്ഫുരിക്കുന്ന മുഖത്തോടെ അവളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു. തിങ്കളാഴ്ച അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച വീട്ടിൽ നിറച്ച ആൾക്കാരായതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഒരാളൽ എൻ്റെ ഉള്ളിലുണ്ടായി. എൻ്റെ കുട്ടി ഇത്തരം നുണകൾ. എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നത് കൊള്ളാം, പിടിവെട്ടുന്ന സ്വരത്തിൽ സിസ്റ്റർ ലൊറേറ്റ പ്രഖ്യാപിച്ചു. കുട്ടികളെ നല്ല സ്കൂൾ കണ്ടുപിടിച്ച് ചേർത്താൽ ഭാരം ഒഴിഞ്ഞുവെന്ന് ആരും കരുതരുത്. വീട്ടിലും വേണം ശ്രദ്ധ. പിന്നെ എന്നെ തറപ്പിച്ചൊന്ന് നോക്കി സിസ്റ്റർ ലൊറേറ്റ കൂട്ടിച്ചേർത്തു. മുതിർന്നവരെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്നും ഓർക്കുന്നത് നന്ന്. നീണ്ട മണിയുടെ അവസാനത്തിൽ വരി തെറ്റിച്ച് ആർത്തു ചിരിച്ചു വരുന്ന ഉമയെയും കൂട്ടി താക്കോൽ കൂട്ടങ്ങളുടെ, സ്വർണ്ണവളകളുടെ, കൊലുസുകളുടെ പരിഹാസത്തിനിടയിലൂടെ തലയും താഴ്ത്തി നടന്നു നീങ്ങവേ ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു, ഇനി ഞാൻ എന്താ വേണ്ടത്?